ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓം ഗം ഗുരുഭ്യോ നമഃ. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷകൃഷ്ണ ഏവ ഹി സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധഃ അഥ അഷ്ടമോധ്യായഃ. ഭാഗവതം എട്ടാമത്തെ ദശമസ്കന്ധത്തിൽ എട്ടാമത്തെ അധ്യായമാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഭഗവാന്റെ ബാലലീലകൾ, അതായത് രാമകൃഷ്ണന്മാരുടെ ബാലലീലകൾ ആണ് നാം കണ്ടത്. ഇന്നും അതുപോലത്തെ ഒരു ലീല തന്നെയാണ് ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നത്. ഒരിക്കൽ രാമനും കൃഷ്ണനും ഗോപൻ കുട്ടികളും കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ തമ്മിൽ എന്തോ വഴക്കുകൂടി, ഫലങ്ങൾ കൃഷ്ണൻ മോഷ്ടിച്ചു എന്നൊക്കെ വിചാരിച്ച് അവരെന്ത് ചെയ്തു, എല്ലാ പേരും കൂടെ ചേർന്ന് യശോദയോട് വന്ന് കള്ളം പറഞ്ഞു. കണ്ണൻ മണ്ണ് തിന്നു എന്ന് വന്ന് പറഞ്ഞു. അപ്പൊ രാമനും പറഞ്ഞു. അപ്പൊ യശോദ ചോദിച്ചു, കണ്ണാ നീ മണ്ണ് തിന്നോ? ഇല്ലമ്മേ, ഞാൻ മണ്ണ് തിന്നിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാ നിന്റെ വായ് തുറക്ക് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ കുഞ്ഞു കണ്ണൻ വാ തുറന്ന് കാണിക്കുന്നു. യശോദ ആശ്ചര്യപ്പെട്ട് നിന്നുപോയി. കാരണം ഈ ലോകങ്ങളെല്ലാം ആ കുഞ്ഞു വായിൽ കാണുന്നു. സമുദ്രങ്ങൾ, നദികൾ, പർവ്വതങ്ങൾ, സൂര്യമണ്ഡലം, അഗ്നിമണ്ഡലം, ചന്ദ്രമണ്ഡലം എല്ലാം. മാത്രമല്ല യശോദയും ആ കുഞ്ഞും അതുപോലെ മറ്റു വ്രജവാസികളും ഗോകുലം മുഴുവനും അതിൽ കാണുന്നു. അപ്പൊ യശോദ അതിശയിച്ചു പോയി. ഇതാരാണ്? ഇതെന്റെ മകനല്ല, ഇത് സാക്ഷാൽ വിഷ്ണു തന്നെയാണ് എന്ന തത്വജ്ഞാനം യശോദയ്ക്ക് ഉണ്ടായി. പക്ഷെ ഭഗവാൻ എന്ത് ചെയ്തു? യശോദ അങ്ങനെ ആശ്ചര്യപ്പെട്ട് നിൽക്കുമ്പോൾ മായ കൊണ്ട് ആ യശോദയുടെ സ്മൃതി അങ്ങ് മാറ്റിക്കളഞ്ഞു. പിന്നീട് യശോദയ്ക്ക് പുത്രവാത്സല്യം തുടങ്ങി. വീണ്ടും യശോദ ആ കുഞ്ഞിന് പാല് കൊടുക്കാൻ തുടങ്ങി. അപ്പോ ഇതുപോലുള്ള ഒരു വിശ്വത രൂപദർശനം നമ്മൾ നേരത്തെ കണ്ടു. പാല് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഭഗവാൻ കോട്ട് വായിട്ടു. അപ്പോൾ യശോദ വായിൽ നോക്കിയപ്പോൾ ഇതുപോലെ വിശ്വരൂപ ദർശനം കണ്ടതാണ്. നമുക്ക് നോക്കാം. ഇന്ന് ശ്ലോകം 32 മുതലാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഓ നമോ ഭഗവതേ വാസുദേവായ. ഏകദാ ക്രീഡമാനാസ്തേ രാമാദ്യ ഗോപതാരകാഃ കൃഷ്ണോ മൃതം ഭക്ഷിതവാൻ ഇതി മാത്രേ നിവേദയൻ. ഏകദാ ക്രീഡമാനാഃ തേ രാമാദ്യാഃ ഗോപതാരകാഃ കൃഷ്ണഃ മൃതം ഭക്ഷിതവാൻ ഇതി മാത്രേ നിവേദയൻ. അന്വയാർത്ഥം നോക്കാം. ഏകദാ ഒരിക്കൽ, ക്രീഡമാന കളിച്ചുകൊണ്ടിരുന്ന, രാമാദ്യ രാമൻ മുതലായ, ഗോപതാരകാഃ ഗോപബാലകന്മാർ, കൃഷ്ണഃ കൃഷ്ണൻ, മൃതം മണ്ണിനെ, ഭക്ഷിതവാൻ തിന്നു, ഇത് എന്ന് മാത്രേ അമ്മയോട് നിവേദയൻ അറിയിച്ചു. അപ്പോൾ കൃഷ്ണന്റെ അടുത്ത് ഓരോ കളികൾ കളിക്കുമ്പോൾ അവർ തോൽക്കുകയോ അല്ലെങ്കിൽ കൃഷ്ണൻ എന്തെങ്കിലും ഫലങ്ങൾ മോഷ്ടിക്കുകയോ ഇങ്ങനെ ഓരോ വിധം തെറ്റുകുറ്റങ്ങൾ ചെയ്യുമ്പോൾ അപ്പോൾ അവരെന്ത് ചെയ്യും? ഓരോന്നും വന്ന് യശോദയോട് പറഞ്ഞു കൊടുക്കും. അപ്പൊ അങ്ങനെ ഒരിക്കൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ ഓടി വന്ന്, കണ്ണൻ എന്തോന്നോ അവിടെ കുരുത്തക്കേട് കാണിച്ചപ്പോൾ ഓടി വന്ന് അവര് എന്ന് പറഞ്ഞു, കണ്ണൻ മണ്ണ് തിന്നു. അത് ബലരാമനും കൂടെ വന്ന് പറഞ്ഞു, കണ്ണൻ മണ്ണ് തിന്നു എന്ന്. ശ്ലോകം നോക്കാം. 32. ഏകദാ ക്രീഡമാനാസ്തേ രാമാദ്യ ഗോപതാരകാഃ കൃഷ്ണോ മൃതം ഭക്ഷിതവാൻ ഇതി മാത്രേ നിവേദയൻ. ശ്ലോകം 33. സാ ഗൃഹീത്വാ കരേ കൃഷ്ണം ഉപാലഭ്യ ഹിതൈഷിണി യശോദാഭയ സംഭ്രാന്ത പ്രേക്ഷണാക്ഷം അഭാഷതാം. സാ ഗൃഹീത്വാ കരേ കൃഷ്ണം ഉപാലഭ്യ ഹിതൈഷിണി
യശോദ ഭയ സംഭ്രാന്ത പ്രേക്ഷണാ അക്ഷം അഭാഷത. പ്രേക്ഷണാക്ഷം അഭാഷത. ഹിതൈഷിണി സാ യശോദ. ഹിതത്തെ ഇച്ഛിക്കുന്നവളായ ആ യശോദ കൃഷ്ണനെ കയ്യിൽ ഗൃഹീത പിടിച്ചു. അപ്പോൾ അവർ വന്ന് പരാതി പറഞ്ഞു, കൃഷ്ണൻ മണ്ണ് തിന്നു എന്ന് പറഞ്ഞപ്പോൾ യശോദ എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ കൃഷ്ണനെ കയ്യിൽ പിടിച്ച് ഉപാലഭ്യ ശകാരിച്ചു. ഭയസംഭ്രാന്ത പ്രേക്ഷണാക്ഷം. ഭയനിമിത്തം ചഞ്ചലമായ കണ്ണുകളോടുകൂടിയ. അപ്പൊ അവൻ പേടിച്ച് നിൽക്കുകയാണ്, അമ്മ ഇപ്പൊ അടിക്കും എന്ന് വിചാരിച്ച് പേടിയോടുകൂടി നിന്ന അവനോട് അഭാഷത യശോദ ഇങ്ങനെ പറയുന്നു. അപ്പൊ യശോദ പിടിച്ചപ്പോൾ ഭയം മൂലം കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉരുട്ടി നോക്കി, അമ്മയെ നോക്കും, കുട്ടികളെ നോക്കും. അങ്ങനെ ഭയപ്പെട്ട് തന്നെ സഹായിക്കാൻ ആരെങ്കിലും വരണമേ എന്നുള്ള രീതിയിൽ എല്ലായിടത്തും ഒക്കെ ഒന്ന് നോക്കി. അങ്ങനെയുള്ള ആ പുത്രനോട് അമ്മ ഇങ്ങനെ പറഞ്ഞു. സാ ഗൃഹീത്വാ കരേ കൃഷ്ണം ഉപാലഭ്യ ഹിതൈഷിണി യശോദാ ഭയ സംഭ്രാന്ത പ്രേക്ഷണാക്ഷം അഭാഷത. ശ്ലോകം 34. കസ്മാത് മൃതം അദാന്താത്മൻ ഭവാൻ ഭക്ഷിതവാൻ രഹഃ വദന്തി താവക ഹ്യേതേ കുമാരസ്തേ അഗ്രജോപ്യയം. കസ്മാത് മൃതം അദാന്താത്മൻ ഭവാൻ ഭക്ഷിതവാൻ രഹഃ വദന്തി താവകം ഹി ഏതേ കുമാരഃ തേ അഗ്രജഃ അപി അയം. അദാന്താത്മൻ, താൻ തോന്നി, അടക്കവും ഒതുക്കവും ഇല്ലാത്തവനെ, താൻ തോന്നി, കുരുത്തം കെട്ടവനെ എന്നൊക്കെ വിളിക്കുമല്ലേ, അതേപോലെ വിളിക്കുകയാണ്. താൻ തോന്നി, അടക്കവും ഒതുക്കവും ഇല്ലാത്തവൻ എന്നൊക്കെ വിളിച്ചിട്ട് കസ്മാത് എന്തുകൊണ്ട് ഭവാൻ നീ മൃതം മണ്ണിനെ രഹഃ ആരും കാണാതെ ഭക്ഷിതവാൻ തിന്നു. അപ്പൊ എന്തിനാണ് നീ മണ്ണ് തിന്നത്? യശോദ കൈ പിടിച്ച് അടിക്കാൻ നോക്കിയിട്ട് പറയുകയാണ്, താവക നിന്റെ സംബന്ധികളായ തേ കുമാരാഹ ഈ കുട്ടികളും, നിന്റെ കൂട്ടുകാരായ ഈ കുട്ടികളും, അയം തേ അഗ്രജഹ നിന്റെ ജ്യേഷ്ഠനും, വദന്തിഹി പറയുന്നല്ലോ, അവര് പറയുന്നല്ലോ നീ മണ്ണ് തിന്നുന്നെന്ന്. മണ്ണ് തിന്നാതെ ഇങ്ങനെ അവര് കള്ളം പറയുവോ എന്ന് ചോദിക്കുകയാണ്. കസ്മാൻ മൃതം അദാന്താത്മൻ ഭവാൻ ഭക്ഷിതവാൻ രഹഃ വദന്തി താവക ഹ്യേതേ കുമാരസ്തേ അഗ്രജോ അപ്യയാം. ശ്ലോകം 35. കൃഷ്ണൻ പറയുന്നതാണ്. അമ്മ ശകാരിക്കുകയാണ്, നിനക്ക് അടക്കവും ഒതുക്കവും ഇല്ല, അങ്ങനെയുള്ള നീ മണ്ണ് തിന്നെന്ന് ജ്യേഷ്ഠൻ വരെ പറയുന്നല്ലോ എന്ന് പറയുകയാണ്. അപ്പൊ ഇവിടെ അടക്കവും ഒതുക്കവും ഇല്ലാത്ത എന്നുള്ളത് അദാന്തമായ അടക്കപ്പെടാത്ത എന്നുള്ള അർത്ഥത്തിൽ പറയുകയാണ്. അദാന്താത്മൻ ഒതുക്കവും ഇല്ലാത്ത മനസ്സോട്, അടക്കവും ഒതുക്കവും ഇല്ലാത്ത മനസ്സോടുകൂടിയവൻ. അതായത് ഭഗവാൻ പ്രളയകാലത്ത് എന്ത് ചെയ്യും? എല്ലാം തന്റെ ഉള്ളിൽ തന്നെയാണ് ഒതുക്കുന്നത്. എല്ലാ സർവചരാചരങ്ങളിലും തന്റെ ഉള്ളിൽ തന്നെ അടക്കിയിരിക്കുന്ന ഭഗവാനാണ്. അപ്പൊ അതുകൊണ്ട് അടക്കുവാൻ ആരുമില്ലാത്ത, തന്നിൽ അടക്കിയിരിക്കുന്ന ആ ഭഗവാനെ അടക്കുവാൻ ആരുമില്ലാത്തതിനാൽ അദാന്തമായ എന്നുള്ള അർത്ഥം ഇവിടെ വാക്ക് പ്രയോഗിച്ചിരിക്കുന്നു. അടക്കവും ഒതുക്കവും ഇല്ലാത്തവന് എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോ ഭഗവാനെ അടക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? യശോദയ്ക്ക് അതറിയില്ലല്ലോ. സത്യാവസ്ഥ യശോദയ്ക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഭഗവാൻ പറയുകയാണ്, ശ്ലോകം 35. ന്യാഹം ഭക്ഷിതവാനംബ സർവേ മിഥ്യാഭിശംസിനഃ യദി സത്യഗിരസ്തർഹി സമക്ഷം പശ്യമേ മുഖം. പദച്ഛേദം. നാ അഹം ഭക്ഷിതവാൻ അംബ സർവേ മിഥ്യാ അഭിശംസിനഃ യദി സത്യഗിരഃ തർഹി സമക്ഷം പശ്യ മേ മുഖം. നാഹം ഭക്ഷിതവാൻ അംബ. ഹേ മാതാവേ, അഹം ഞാൻ
ന ഭക്ഷിതവാൻ, ഞാനൊന്നും ഭക്ഷിച്ചില്ല, അമ്മേ ഞാനൊന്നും ഭക്ഷിച്ചില്ല. സർവേ, എല്ലാ പേരും മിഥ്യാഭി സംശിന, ഇല്ലാത്തതിനെ പറയുന്നതാണ്. അപ്പൊ എല്ലാവരും കള്ളം പറയുകയാണ്, ഞാനൊന്നും മണ്ണ് തിന്നിട്ടില്ല. യതി സത്യഗ്രഹ, സത്യമായ വാക്കുകളോട് കൂടിയവരാണെങ്കിൽ, തർഹി എന്നാൽ സമക്ഷം അവരുടെ മുമ്പാകെ, മേ എന്റെ മുഖത്തെ പശ്യ നോക്കിയാൽ. അപ്പൊ അമ്മേ അവര് കള്ളം പറയുകയാണ്, ഞാൻ മണ്ണൊന്നും തിന്നിട്ടില്ല. ഇനി അവര് സത്യമാണ് പറയുന്നെങ്കിൽ നോക്കാമല്ലോ, ഞാൻ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ വായ് തുറന്നു തരാം എന്ന് പറയുകയാണ്. അപ്പൊ ഇത് പരമാത്മാവാണ്, ഭഗവാന് യാതൊരു വികാരങ്ങളുമില്ല. അപ്പൊ അതുകൊണ്ട് കർത്തൃത്വ ഭാവവും പരമാത്മാവിന് ഇല്ല. അപ്പൊ ഈ പാരമാർത്ഥിക സത്ത ഇല്ലാത്ത, അതായത് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കി രക്ഷിച്ച് സംഹരിച്ച് എന്ന് പറയുന്നത് നിർവികാരാത്മ സ്വരൂപത്തെ ധരിപ്പിക്കുന്നതിനുള്ള ഒരു ഉപായം മാത്രമാണ്. അപ്പൊ ശരിക്കും ഭഗവാനാണോ സൃഷ്ടിസ്ഥിതി സംഹാരം നടത്തുന്നത്? അല്ല, ഭഗവാന്റെ ശക്തിയായ മായയാണ്. ഭഗവാൻ നിർവികാരനായി ഇരിക്കുന്നതേ ഉള്ളൂ. നാഹം ഭക്ഷിതവാനംബ സർവേ മിഥ്യാഭിസംശിനഃ യദി സത്യഗിരസ്തർഹി സമക്ഷം പശ്യമേ മുഖം. ശ്ലോകം 36. യദ്യേവം തർഹി വ്യാദേഹി ഇത്യുക്ത സ ഭഗവാൻ ഹരിഹി വ്യാദത്ത അവ്യാഹതൈ ഐശ്വര്യ ക്രീഡാം അനുജബാലകഃ. പദച്ഛേദം. യദ്യേവം, യദി പ്ലസ് ഏവം, തർഹി വ്യാദേഹി ഇത്യുക്ത സ ഭഗവാൻ ഹരിഹി വ്യാദത്ത അവ്യാഹൃതൈ ഐശ്വര്യഃ ക്രീഡാം അനുജ ബാലകഃ. അപ്പൊ അമ്മ പറയുകയാണ്, യദി ഏവം തർഹി, അങ്ങനെയാണെങ്കിൽ വ്യാദേഹി, വാവൊന്ന് തുറക്കൂ, ഇതി എന്ന് ഉക്ത പറയപ്പെട്ട ഭഗവാനായും അവ്യാഹതൈശ്വര്യ, ഐശ്വര്യത്തിന് കുറവില്ലാത്തവനും, ക്രീഡാം അനുജ ബാലകഃ, ലീലയ മനുഷ്യ ബാലകനുമായ സഹഹരി, ആ വിഷ്ണു വ്യാദത്ത, വായ് തുറന്നു. അപ്പൊ എല്ലാത്തിനും കാരണഭൂതനായ സകല ഐശ്വര്യങ്ങളുമുള്ള ആ ഭഗവാൻ, ഐശ്വര്യത്തിന് ഒരു കുറവുമില്ല, അങ്ങനത്തെ ഭഗവാൻ അമ്മയുടെ വാക്ക് കേട്ട് വായൊന്ന് തുറന്നു. ഇവരെ പറയുന്ന കളവാണ്, ഞാൻ മണ്ണ് തിന്നിട്ടില്ല, അമ്മ ഇതാ നോക്കിക്കോളൂ, എന്റെ വായിൽ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് വാ തുറക്കുകയാണ്. അപ്പൊ അമ്മ പറയാണ്, വാ തുറക്കുമെന്ന്. അപ്പൊ ഇവർ പറയുന്നത് കളവാണെന്നല്ലേ നീ പറഞ്ഞു, എന്നാ നീ നിന്റെ വായൊന്ന് കാണട്ടെ എന്ന് പറയുകയാണ്. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? വായൊന്ന് തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ്. യദ്യേവം തർഹി വ്യാദേഹി ഇത്യുക്ത സ ഭഗവാൻ ഹരിഹി വ്യാദത്ത അവ്യാഹതൈശ്വര്യ ക്രീഡാം അനുജ ബാലകഃ. ശ്ലോകം 37. സാ തത്ര ദദൃശേ വിശ്വം ജഗസ്ഥാനു ച ഖം ദിശ സാദ്രിദീപാബ്ദി ഭൂഗോളം സവായോഗ്നി ഇന്ദു താരകം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. അപ്പൊ എന്താണ് അവിടെ യശോദ കണ്ടത്? ആ വിശ്വം മുഴുവനും ആ ഭഗവാന്റെ ആ കുഞ്ഞുവായിൽ യശോദ ദർശിക്കുന്നു. എന്തൊക്കെയാണ്? സാ, അവൾ യശോദ, തത്ര അവിടെ ഭഗവാന്റെ വായുടെ ഉള്ളിൽ, ദദൃശേ വിശ്വം ജഗത്, ജഗത് ഇളകുന്നതും, സ്ഥാസ്നു സ്ഥിരമായിരിക്കുന്നതും, അതായത് ചരങ്ങളും അചരങ്ങളും, ചലിക്കുന്നതും ചലിക്കാത്തതുമായ എല്ലാ കാര്യങ്ങളും, വൃക്ഷങ്ങളും പക്ഷിമൃഗാദികള് മനുഷ്യരെല്ലാം, ഖം ആകാശം, ദിശ ദിശകള്, സാദ്രി ദീപാബ്ദി, സാ അദ്രി പർവ്വതം, ദ്വീപുകൾ, സമുദ്രങ്ങൾ ഉൾപ്പെട്ടതും, സ വായു അഗ്നി ഇന്ദു താരകം, വായു, അഗ്നി, ചന്ദ്രൻ, നക്ഷത്രം ഇവയോടുകൂടിയതുമായ ഭൂഗോളം, ഭൂഗോളത്തെയും വിശ്വം ച സമസ്ത ലോകത്തെയും ദദർശേ. അപ്പൊ ആ കുഞ്ഞു വായ്ക്കുള്ളിൽ ഇതെല്ലാം യശോദ കാണുകയാണ്. ഭഗവാൻ വായു തുറന്നു കൊടുത്തപ്പോൾ മണ്ണല്ല അവിടെ കണ്ടത്,
എന്താണ് കണ്ടത്? സർവചരാചരങ്ങളും, ചലിക്കുന്നതും ചലിക്കാത്തതുമായ സർവചരാചരങ്ങളും. അതുപോലെ സൂര്യമണ്ഡലം, അഗ്നിമണ്ഡലം, വായുമണ്ഡലം, അന്തരീക്ഷം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, സമുദ്രം, അതുപോലെ നദികള്, പർവ്വതങ്ങൾ എല്ലാം ആ വായിൽ കണ്ടു. സാതത്ര ദദൃശേ വിശ്വം ജഗസ്താസ്നുശ്ചഖം ദിശഃ സാദ്രിദീപാബ്ദി ഭൂഗോളം സവായുഗ്നീന്ദു താരകം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ശ്ലോകം 38. ഇനി എന്തൊക്കെ കാണുന്നു നോക്കാം. ജ്യോതിശ്ചക്രം ജലം തേജോ നഭസ്താൻവിയ ദേവച വൈകാരികാണി ഇന്ദ്രിയാണി മനോമാത്ര ഗുണസ്ത്രയഃ. പിന്നെയോ ജ്യോതിശ്ചക്രം, ജ്യോതിഹി ചക്രം, ജ്യോതിശ്ചക്രം, ജലം തേജഃ നഭസ്വാൻ വിയത് ഏവ ച വൈകാരികാണി ഇന്ദ്രിയാണി മനഃ മാത്ര ഗുണാഃ ത്രയഃ. ജ്യോതിശ്ചക്രം, ജ്യോതിശ്ചക്രങ്ങൾ, അതായത് ചന്ദ്രൻ, സൂര്യൻ, നക്ഷത്രങ്ങൾ തുടങ്ങിയ ആ ജ്യോതിചക്രങ്ങളോടുകൂടിയ സ്വർഗം, ജലം, വെള്ളം, തേജസ്, അഗ്നി, ജലം, അഗ്നി, നഭസ്വാൻ, വായു, വിയത്തേവ, ആകാശം എന്നീ ഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങളെല്ലാം അവിടെയുണ്ട്. വൈകാരികാണി, വൈകാരികങ്ങളായ, അതായത് ഇന്ദ്രിയങ്ങളിൽ അധിവസിക്കുന്ന ദേവതകൾ, ഇന്ദ്രിയാണി, ഇന്ദ്രിയങ്ങളും, മനഃ, മനസ്സ്, മാത്ര, ശബ്ദാദി വിഷയങ്ങൾ, ശബ്ദസ്പർശ രൂപരസഗന്ധ വിഷയങ്ങളും, ത്രയഃ ഗുണഃ, 3 ഗുണങ്ങൾ, സത്വരജസ് തമോഭേദ ഗുണങ്ങൾ. അപ്പൊ ആ ഗുണങ്ങളും അവയിൽ നിന്നുണ്ടായ ദേവതകളും ഇന്ദ്രിയങ്ങളും എല്ലാം ഭഗവാന്റെ ഉള്ളിൽ കാണപ്പെട്ടു. എവിടെ നിന്നാണോ ഇതെല്ലാം വന്നത്, അവിടെ ആ ഭഗവാന്റെ വായിൽ തന്നെയാണ് ഇതെല്ലാം ദർശിച്ചത്. അതായത് എല്ലാം വന്നിരിക്കുന്നത് ഭഗവാനിൽ നിന്നാണ് എന്ന് കാണിക്കാനാണ്. 38. ജ്യോതിശ്ചക്രം ജലം തേജോ നഭസ്വാൻവിയ ദേവച വൈകാരികാണി ഇന്ദ്രിയാണി മനോമാത്ര ഗുണസ്ത്രയഃ. ശ്ലോകം 39. ഏതദ് വിചിത്രം സഹജീവകാല സ്വഭാവകർമാശയലിംഗഭേദം സൂനോസ്തനൗ വീക്ഷ്യ വദാരിതാസ്തേ വ്രജം സഹ ആത്മാനം അവാപ ശങ്കാം. ഏതത് വിചിത്രം സഹജീവ കാല സ്വഭാവ കർമ്മ ആശയ ലിംഗഭേദം സൂനോഹോ തനൗ വീക്ഷ്യ വിദാരിതാസ്യേ വ്രജം സഹാത്മാനം അവാപ ശങ്ക. ഏതത് വിചിത്രം, ഈ വിചിത്രമായ വിശ്വം. അപ്പോ ആ വിചിത്രമായിട്ടുള്ള കാഴ്ചയാണ്, ആ വിചിത്രമായ വിശ്വം മുഴുവനും കണ്ട ശേഷം സഹജീവകാല, സഹ ഒരുമിച്ച്, ജീവകാല സ്വഭാവ കർമ്മ ആശയ ലിംഗഭേദ, ജീവൻ, കാലം, സ്വഭാവം, കർമ്മം, ആശയം ഇവയോടുകൂടിയ ലിംഗദേഹങ്ങളുടെ ഭേദത്തെയും സഹാത്മാനം തന്നോടുകൂടിയ വ്രജം, വ്രജത്തെയും സൂനോഹോ പുത്രന്റെ വിദാരിദാസ്യെ തുറക്കപ്പെട്ട മുഖത്തോടുകൂടിയ തനവും ദേഹത്തിൽ വീക്ഷ കണ്ടിട്ട് ശങ്ക സംശയത്തെ അവാപ. അപ്പൊ ദേവകിക്ക് ഒരു സംശയം, ഇതെന്താണ് ഞാൻ കാണുന്നത്? ഈ കുഞ്ഞു വായിൽ നിന്ന് ഇതെല്ലാം കാണുന്നു, ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അപ്പൊ ഈ ലോകം മാത്രമല്ല കാണുന്നത്, ഈ ഗോകുലത്തെയും പ്രത്യേകമായിട്ട് കാണുകയാണ്. ആ യശോദ കുഞ്ഞിനെ എടുത്തിരിക്കുന്നത്, പാല് കൊടുക്കുന്നത്, ആ ഗോകുലവാസികളെ എല്ലാം ആ കുഞ്ഞു വായിൽ കാണുന്നു. ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് വിചാരിച്ച് യശോദ അതിശയിച്ചു നിൽക്കുകയാണ്. ഏതദ് വിചിത്രം സഹജീവകാല സ്വഭാവകർമാശയലിംഗഭേദം സൂനോസ്തനോ വീക്ഷ്യവധാരിതാസ്തേ വ്രജം സഹാത്മാനമപാപശങ്കാം. ശ്ലോകം 40. കിം സ്വപ്നയേതദുതദേവമായ കിം വാമദീയോ ബദബുദ്ധിമോഹഃ അധോമുഷൈവ മമാർഭകസ്യ യാ കശ്ചന
ഔത്പത്തിക ആത്മയോഗ. കിം സ്വപ്ന ഏതതുത. കിം സ്വപ്നം ഏതത്. ഇത് കിം സ്വപ്നം. കിം സ്വപ്നമാണോ? ദേവമായ ദേവന്റെ മായയാണോ? അത് ആശ്ചര്യം തന്നെ. മതീയ എന്നെ സംബന്ധിച്ചതായ ബുദ്ധിമോഹ. കിം ബുദ്ധിയുടെ ഭ്രാന്തിയാണോ ഇത്? അതോ പക്ഷേ മമ എന്റെ അമുഷ്യ അർഭകസ്യ ഏവ ഈ കുട്ടിയുടെ തന്നെ ഔത്പത്തിഹ ജന്മസിദ്ധമായ കശ്ചന ഏതോ വിധത്തിലുള്ള യഹ ആത്മയോഗ ഏതൊരൈശ്വര്യമാണോ? അപ്പൊ ഈ കുട്ടിയുടെ ഏതോ ജന്മത്തിലുള്ള ഐശ്വര്യമാണോ ഇത് കാണുന്നത്? ഇതെന്താണ്? അപ്പോ ഇത് സ്വപ്നമാണോ? അപ്പൊ അല്ല, യശോദ ഉണർന്നിരിക്കുകയല്ലേ, കൺമിഴിച്ചിട്ട് കൊണ്ടിരിക്കണം ഞാനല്ലേ കാണുന്നത്? അത് ഞാൻ സ്വപ്നം കാണുന്നു? അല്ല, ഞാൻ ഇതാ ഉണർന്നു തന്നെ ഇരിക്കുന്നു, സ്വപ്നം അല്ല. പിന്നെ എന്താണ്? ഇത് ഹരിയുടെ മായയാണോ? ഭഗവാന്റെ മായയാണോ? അപ്പൊ ഞാൻ മാത്രമല്ലല്ലോ കാണുന്നത്, അപ്പൊ ഇത് മായയല്ല. പക്ഷെ എന്റെ ബുദ്ധിക്ക് തന്നെ ഏതോ വിധമായ ഭ്രാന്തി നിമിത്തം പുറത്തുള്ളതെല്ലാം ഉള്ളിൽ കാണുന്നത് പോലെ തോന്നുന്നതായിരിക്കുമോ? പുറത്തല്ലേ ഇതെല്ലാം കാണേണ്ടത്? ഈ ലോകവും പർവ്വത നക്ഷത്രം എല്ലാം പുറത്തല്ലേ കാണുന്നത്, ശരീരത്തിന് പുറത്ത്. പക്ഷെ ഇത് ഉള്ളിൽ വായിക്കകത്ത് എന്തുകൊണ്ട് കാണുന്നു? അപ്പൊ ഇത് എന്റെ ഭ്രാന്തി കൊണ്ടാണോ? അതോ ഈ പുത്രന് ജന്മസിദ്ധമായിട്ട് ധാരാളം കഴിവുണ്ടോ? അപ്പൊ ഈ ഐശ്വര്യ നിമിത്തം സകല ചരാചരങ്ങളെയും അവൻ ഉള്ളിൽ കാണിക്കുന്നതാണോ? അവൻ അതിനുള്ള ഐശ്വര്യമുണ്ടോ എന്നൊക്കെ യശോദ ചിന്തിക്കുന്നു. കിം സ്വപ്നയേതദുത ദേവമായ കിം വാ മദീയോ ബദബുദ്ധിമോഹ അധോമുഷൈവ മമാർഭകസ്യ യാഗശ്ചന ഔപത്തിക ആത്മയോഗ. ശ്ലോകം 41. അധോ യഥാവന്ന വിതർക്ക ഗോചരം ചേതോ മന കർമ്മവജോഭിരഞ്ജസാ യദാശ്രയം യേന യത പ്രതീയതേ ദുർവിഭാവ്യം പ്രണതാസ്മി തത്പദം. അഥഃ യഥാവത് ന വിതർക്കഗോചരം ചേതോ മനഃ കർമ്മവജോഭിഃ അഞ്ജസാ യദാശ്രയം യേന യതഃ പ്രതീയതേ സുദുർവിഭാവ്യം പ്രണതാസ്മി തത്പദം. അന്വയാർത്ഥം നോക്കാം. ചേതോ മന കർമ്മവജോഭി. ചേതസ് ഇവിടെ ബുദ്ധി എന്നെടുക്കാം. ബുദ്ധി, മനസ്സ്, കർമ്മവജോഭി കർമ്മം, വാക്ക്, ഇവ കൊണ്ട് യഥാവത് ശരിയായിട്ട് അഞ്ജസ അനായാസേന വിതർക്ക ഗോചര ന ഊഹത്തിന് വിഷയമല്ല. അതോ പക്ഷേ യഥ ആശ്രയം ഏതൊന്നാകുന്ന ആശ്രയത്തോട് കൂടിയതായിട്ടും യഥ ഏതൊന്നിൽ നിന്നും ഏന ഏതൊന്നിനെ കൊണ്ടും പ്രതീയത അറിയപ്പെടുന്നു ദുർവിഭാവ്യം ഊഹിക്കാൻ പോലും കഴിയാത്ത തത്പദം അവന്റെ പദത്തെ പ്രണതോസ്മി നമസ്കരിക്കുന്നു. അപ്പൊ ശ്രീ നാരായണന്റെ പദത്തെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പൊ ഇവൻ ഈശ്വരൻ തന്നെയാണ്, സാധാരണ ആളല്ല. ഇവൻ നാരായണൻ തന്നെയാണ്. ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ ഇവ കൊണ്ട് ഇവന്റെ യഥാർത്ഥമായ തത്വം ഊഹിക്കാൻ പോലും സാധിക്കുകയില്ല. ഏതെന്തിനെ അധിഷ്ഠാനമാക്കി ഈ വിശ്വം നിലനിൽക്കുന്നു. ഈ വിശ്വം യാതൊന്നിന്റെ പ്രേരണയാൽ വ്യാപരിക്കുന്നു, യാതൊന്നിൽ ലയിക്കുന്നു. ഇന്ന വിധമെന്ന് ഊഹിക്കാൻ സാധിക്കാത്ത ആ ശ്രീനാരായണ പദത്തെ ഞാൻ ധ്യാനിക്കുന്നു, നമസ്കരിക്കുന്നു. ശ്ലോകം ഒന്നുകൂടെ നോക്കാം. 41. അധോ യഥാവന്ന വിതർക്ക ഗോചരം ചേതോ മന കർമ്മവജോഭിരഞ്ജസാ യദാശ്രയം യേനത യത പ്രതീയതേ സുദുർവിഭാവ്യ പ്രണതാസ്മി തത്പദം. ശ്ലോകം 42.
അഹം മമാസൗ പതിരേഷ മേ സുതോ വ്രജേശ്വരസ്യാഖില വിത്തവാസതി ഗോപ്യശ്ച ഗോപാ സഹ ഗോധനാശ്ച മേ യന്മായേഥം കുമതി സ മേ ഗതിഹി. അഹം മമ അസൗ പതിഹി ഏഷ മേ സുതഃ വജ്രേശ്വരസ്യ അഖില വിത്തവ സതി ഗോപ്യഃ ച ഗോപാഃ സഹ ഗോധനാഃ ച മേ യൻ മായയാ ഇഥം കുമതിഹി സ മേ ഗതിഹി. അഹം ഞാൻ, അസൗ ഇവൻ, മമ എന്റെ പതി ഭർത്താവ്, അതായത് ഞാൻ യശോദ എന്ന പേര് ആയവൾ, നന്ദൻ എന്ന പേരായ ഇയാൾ എന്റെ ഭർത്താവ്, മേസുത എന്റെ മകൻ, വ്രജനാഥന്റെ അഖില വിത്തവ സകല മുതലിനെയും രക്ഷിക്കുന്ന എന്റെ കൃഷ്ണൻ എന്ന എന്റെ മകൻ, ഈ വ്രജത്തിനൊക്കെ എന്റെ ഭർത്താവ് നാഥൻ, അതാണ് വ്രജനാഥന്റെ അഖില വിത്തവ സകല മുതലിനെയും രക്ഷിക്കുന്ന അദ്ദേഹത്തിന്റെ മുതലിനെല്ലാം രക്ഷാകർത്തൃത്വം എനിക്ക്. സതി ഞാൻ പതിവ്രതയാണ്. സഹ ഗോധന ഗോധനത്തോടു കൂടിയ ഗോപ്യഹ ഗോപികളും ഗോപാഹ ഗോപന്മാരും മമ എന്റെ എൻ മായയ യാതൊരുത്തന്റെ മായയാൽ ഇഥം ഇപ്രകാരം കുമതി കുൽസിത ബുദ്ധി സഹ അവൻ മേ എനിക്ക് ഗതി ശരണം. അപ്പൊ ഞാൻ ഈ ഗോപികളും ഗോപന്മാരും എന്നിങ്ങനെ ഞാനെന്നും എന്റേതെന്നുള്ള മോഹം യാതൊരുത്തന്റെ മായയാൽ ഉണ്ടാകുന്നുവോ? അപ്പോ ഇത് ഞാൻ, ഇതെന്റെ ഭർത്താവ്, ഇതെന്റെ മകൻ, ഇത് ഗോപസ്ത്രീകൾ, ഇതെന്റെ ധനം, ഇങ്ങനെയൊക്കെ പറയുന്നത് യാതൊരുത്തന്റെ മായ കൊണ്ടാണോ ഉണ്ടാകുന്നത്? ആ ശ്രീനാരായണനെ തന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഇപ്പൊ പ്രപഞ്ചം ഉണ്ടാക്കിയതും ജീവന് സംസാരഭീതി ജനിപ്പിക്കുന്നതും യാതൊരു നാരായണന്റെ അചിന്ത്യമായ മായ ആകുന്നുവോ ആ മായാദിനാഥനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. അഹം മമാസൗ പതിരേഷ മേ സുതോ വ്രജേശ്വരസ്യാഖില വിത്തപാസതി ഗോപ്യശ്ച ഗോപാ സഹ ഗോധനാശ്ച മേ യന്മായേഥം കുമതി സമേ ഗതിഹി. ശ്ലോകം 43. ഇത്തം വിദിതത്വായാം ഗോപികായാം സ ഈശ്വരഃ വൈഷ്ണവീം വ്യതനോൻ മായാം പുത്രസ്നേഹമയീം വിഭുഃ. ഇത്തം വിദിതത്വായാം ഗോപികായാം സ ഈശ്വരഃ സഹ ഈശ്വരഃ വൈഷ്ണവീം വ്യതനോത് മായാം പുത്രസ്നേഹമയീം വിഭുഃ. ഇത്തം ഇപ്രകാരം ഗോപിക വിദിത തത്വായ അറിയപ്പെട്ട പരമാർത്ഥം ഉള്ളവളായി, അതായത് ഈ യശോദ ഭഗവാന്റെ പരമാർത്ഥം അറിഞ്ഞു, തത്വജ്ഞാനം യശോദയ്ക്കുണ്ടായി. ഇത് തന്റെ പുത്രനല്ല, ഇത് സാക്ഷാൽ നാരായണൻ തന്നെയാണ് എന്നുള്ള തത്വബോധമുണ്ടായി. വിഭു സർവവ്യാപിയും ഈശ്വരക സർവശക്തനുമായ സഹ ഇവൻ വൈഷ്ണവി വിഷ്ണുവിനുള്ളതും പുത്രസ്നേഹമയി പുത്രസ്നേഹ സ്വരൂപത്തിലിരിക്കുന്നതുമായ മായയെ ബദനോ വിസ്തരിച്ചു. അപ്പൊ ഈശ്വരനായ കൃഷ്ണൻ പുത്രസ്നേഹ സ്വരൂപമായിരിക്കുന്ന തന്റെ മായാശക്തിയെ മാതാവിൽ പ്രവേശിപ്പിച്ചു. അപ്പൊ അല്പനേരത്തേക്ക് യശോദയ്ക്ക് തത്വജ്ഞാനമുണ്ടായി. ഇതെന്റെ മകനല്ല, ഇത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. പക്ഷെ ഭഗവാൻ എന്ത് ചെയ്തു? പെട്ടെന്ന് തന്റെ മായ കൊണ്ട് ആ യശോദയുടെ സ്മൃതിയെ അങ്ങ് മാറ്റി, ആ ഓർമ്മശക്തിയെ നശിപ്പിച്ചു, മായാശക്തിയെ മാതാവിൽ പ്രവേശിപ്പിച്ചു. പുത്രസ്നേഹ രൂപത്തിലിരിക്കുന്ന മായയെ ബദനോ വിസ്തരിച്ചു, യശോദയിൽ പ്രവേശിപ്പിച്ചു. ഇത്തം വിദിത തത്വായ ഗോപികായാം സ ഈശ്വരഃ വൈഷ്ണവീം ബദനോന്മായ പുത്രസ്നേഹമയീം വിഭുഃ. ശ്ലോകം 44.
സത്യോ നഷ്ടസ്മൃതിർ ഗോപീസ ആരോപ്യാരോഹ ആത്മജം പ്രവൃത്ത സ്നേഹ കലില ഹൃദയാസീതതാ പുരാം. സദ്യ ഉടനെ നഷ്ടസ്മൃതി നശിച്ച സ്മരണയോടുകൂടിയ സാ ഗോപി ആ ഗോപി. അപ്പോ യശോദയ്ക്ക് അപ്പോൾ നേരത്തെ കണ്ട കാര്യങ്ങളെല്ലാം ആ ബുദ്ധിയിൽ നിന്ന് പോയി, സ്മൃതിയിൽ നിന്നും പോയി. അങ്ങനെയുള്ള ഗോപിക ആത്മജം പുത്രനെ ആരോഹം മടിയിൽ കയറ്റിയിട്ട് യഥാപുര മുൻപത്തെ പോലെ പ്രവൃത്ത സ്നേഹ കലില ഹൃദയ ഏറ്റവും വർദ്ധിച്ച സ്നേഹത്താൽ വ്യാപിക്കപ്പെട്ട ഹൃദയത്തോടു കൂടിയവളായി ആസീത് ഭവിച്ചു. അപ്പോൾ നേരത്തെ ഇത് ഭഗവാനാണ് അല്ലെങ്കിൽ നാരായണനാണെന്നൊക്കെ വിചാരിച്ച യശോദയുടെ ആ സ്മൃതി ഭഗവാൻ ഇല്ലാതാക്കി. അപ്പോൾ പിന്നെ യശോദ മറ്റതെല്ലാം മറന്നു. പിന്നെ പുത്രസ്നേഹം വഴിഞ്ഞൊഴുകി. അങ്ങനെ പുത്രസ്നേഹത്താൽ വ്യാപിക്കപ്പെട്ട ഹൃദയത്തോടു കൂടിയവളായി ഭവിച്ചു. സദ്യോ നഷ്ടസ്മൃതി ഗോപീസാരോപ്യ ആരോഹം ആത്മജം പ്രവൃത്ത സ്നേഹ കലില ഹൃദയാസീതാപുരാം. ശ്ലോകം 45. ത്രയ്യാചോപനിഷദ്ഭിശ്ച സാഖ്യയോഗശ്ച സാത്വതൈഃ ബഹീയമാനമാഹാത്മ്യം ഹരിം സാമാന്യതാത്മജം. ത്രയ്യ ച ഉപനിഷദ്ഭിഃ ച സാഖ്യയോഗൈഃ ച സാത്വതൈഃ ഉപഗീയമാനമാഹാത്മ്യം ഹരിം സാമാന്യ ആത്മജം. ത്രയ്യ വേദത്താലും ഉപനിഷത്തുകളാലും സാഖ്യയോഗത്താലും സാത്വതൈഹി പഞ്ചരാത്ര സംഹിതകളായാലും ഉപഗീയമാന മാഹാത്മ്യം കീർത്തിക്കപ്പെട്ട മാഹാത്മ്യത്തോടുകൂടിയ ഹരിം വിഷ്ണുവിനെ അവൾ ആത്മജം പുത്രനെന്ന് അമന്യത വിചാരിച്ചു. അപ്പോ ഉപനിഷത്തുകളിൽ കൂടി അറിയപ്പെടുന്ന, വേദങ്ങളിൽ കൂടി അറിയപ്പെടുന്ന, പിന്നെ സാഖ്യയോഗത്തിൽ കൂടി അറിയപ്പെടുന്ന, പഞ്ചരാത്ര സംഹിതകളിൽ കൂടി അറിയപ്പെടുന്ന ആ ഭഗവാനെ അവസാനം പുത്രനായിട്ട് തന്നെ യശോദയ്ക്ക് മനസ്സിലാക്കി കൊടുത്തു ഭഗവാൻ. മറ്റുള്ള ആ കാണിച്ചതിനെല്ലാം സ്മൃതി മണ്ഡലത്തിൽ നിന്ന് മറച്ചു. ശ്ലോകം 45. ത്രയ്യാചോപനിഷദ്ഭിശ്ച സാഖ്യയോഗശ്ച സാത്വതൈഃ ബഹീയമാനമാഹാത്മ്യം ഹരിം സാമാന്യതാത്മജം. ശ്ലോകം 46-47 രാജാവ് പറയുന്നതാണ്. രാജോവാച നന്ദക്കിം മകരോദ് ബ്രഹ്മൻ ശ്രേയേവം മഹോദയം യശോദാച മഹാഭാഗ പവൗ യസ്യാസ്തനം ഹരി പിതരോ ജ്ഞാന്വവിന്ദേയാം കൃഷ്ണോദാരാർഭഗ ഈഹിതം ഗായന്തി അദ്യാപി കവയോ യല്ലോക ശമലാഭകം. പദച്ഛേദം. നന്ദഃ കിം അകരോത് ബ്രഹ്മൻ ശ്രേയഃ ഏവം മഹോദയം യശോദ ച മഹാഭാഗ പവൗ യസ്യാഹ സ്തനം ഹരിഃ പിതരൗ നാനു വിന്ദേയ അന്വവിന്ദേതാം കൃഷ്ണോ ഉദാര അർഭഗേ ഈഹിതം. കൃഷ്ണ ഉദാര അർഭഗ ഈഹിതം ഗായന്തി അദ്യ അപി കവയോഹോ യത് ലോക ശമലാഭകം. ബ്രഹ്മൻ, അല്ലയോ ബ്രഹ്മജ്ഞാനിയായുള്ളവനെ, രാജാവ് ചോദിക്കുകയാണ്. നന്ദഃ നന്ദൻ ഏവം മഹോദയ ശ്രേയ ഇപ്രകാരം മഹത്തായ ഫലത്തോടുകൂടിയ ശ്രേയസ് കിം അകരോ എങ്ങനെ വന്നു? ഈ നന്ദന് ഇത്രയും മഹത്തായ, അതായത് ഭഗവാൻ കൃഷ്ണൻ തന്നെ മകനായി ജനിച്ചതല്ലെങ്കിലും മകനായിട്ട് വളർത്തുകയാണ്, അല്ലേ? മകൻ തന്നെ എന്നാണ് നന്ദഗോപരുടെ വിചാരം. എന്ത് ഇവര് പുണ്യമാണ് ചെയ്തിട്ടുള്ളത്? നന്ദനും യശോദയും എന്ത് ചെയ്തു? സകല പാപങ്ങളെ സംഹരിക്കുന്ന ഭഗവാൻ യാതൊരുവളുടെ മുലപ്പാൽ കുടിച്ചു വളർന്നു പോകും.
അവൾ ആ ഭാഗ്യം അനുഭവിക്കാൻ മഹാപുണ്യയാകുന്നു. അപ്പോൾ ഭഗവാൻ മുലപ്പാൽ കുടിച്ചിരിക്കുകയാണ്. അപ്പോൾ യശോദ എന്ത് പുണ്യമാണ് ചെയ്തത്? എന്ന തപം ചെയ്തേൻ യശോദ, എന്ന തപം ചെയ്തേൻ യശോദ എന്നൊരു പാട്ടുണ്ടല്ലോ അല്ലേ? എന്ത് തപസ്സാണ് യശോദ ചെയ്തത് ഇത്രയും ഭാഗ്യം സിദ്ധിക്കാൻ? ഭഗവാനെ പാലൂട്ടി വളർത്താൻ, ഭഗവാന്റെ ബാലലീലകൾ കാണാൻ, ഈ വിശ്വരൂപ ദർശനം തന്നെ ഭഗവാന്റെ വായിൽ നിന്ന് ദർശിക്കാൻ എന്ത് തപസ്സാണ് ചെയ്തിട്ടുള്ളത്? എന്ത് പുണ്യമാണ് യശോദയും നന്ദഗോപരും ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണ്. നേരെ മറിച്ച് കൃഷ്ണനെ പ്രസവിച്ച ദേവകി, അതുപോലെ വസുദേവർക്ക്, അച്ഛനായ വസുദേവർക്കും ഇതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ശ്ലോകം നോക്കാം, 46-47. നന്ദകിമകരോദ് ബ്രഹ്മൻ ശ്രേയേവം മഹോദയം യശോദാച്ച മഹാഭാഗ പവോ യസ്യാസ്തനം ഹരിഹി പിതരോ നാന്യവിന്ദേതാം കൃഷ്ണോദരാർഭഗീഹിതം ഗായന്ത്യദ്യാപികവയോ യല്ലോകശമലാഭകം. ശ്രീശുകോവാച. ശ്ലോകം 48. ദ്രോണോ വസൂനാം പ്രവരോ ധരയാ സഹ ഭാര്യയാ കരിഷ്യമാണ ആദേശാൻ ബ്രഹ്മസ്തമുവാചഃ. ദ്രോണഃ വസൂനാം പ്രവരഃ ധരയാ സഹ ഭാര്യയാ കരിഷ്യമാണ ആദേശാൻ ബ്രഹ്മണഃ തം ഉവാചഃ. വസൂനാം പ്രവരഃ, വസുക്കളിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ ദ്രോണൻ ഭാര്യയായ ധരായാ സഹ. അപ്പോൾ ഈ യശോദയും നന്ദനും കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു എന്ന് പറയുകയാണ്. വസുക്കളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ദ്രോണരും ഭാര്യയായ ധരയും ബ്രഹ്മണ കഴിഞ്ഞ ജന്മത്തിൽ ബ്രഹ്മാവിന്റെ ആജ്ഞകളെ കരിഷ്യമാണ് ചെയ്യാൻ ഇച്ഛിക്കുന്നവരായിട്ട് അവനോട് ബ്രഹ്മാവിനോട് ഉവാച, ബ്രഹ്മാവിനോട് സ്പഷ്ടമായി പറഞ്ഞു. ഉവാചാഹ, സ്പഷ്ടമായി പറഞ്ഞു. അപ്പോ ഭൂമി ഭാരത്തെ തീർക്കാനായി ഭഗവാൻ അവതരിക്കാൻ പോകുന്നു. മുനികൾ എല്ലാവരും പാൽ, വെണ്ണ മുതലായ പദാർത്ഥങ്ങൾ ഭഗവാനെ ആരാധിക്കാൻ വേണ്ടി അവരുടെ അംശങ്ങളാൽ പശുക്കളായിട്ടും ജനിക്കണമെന്ന് ഭഗവാൻ പറഞ്ഞു. നീയും പശുക്കളെ പാലിക്കാൻ ഭാര്യയോടുകൂടി ഗോപന്മാരുടെ കൂട്ടത്തിൽ ജനിക്കണം. അപ്പോൾ ബ്രഹ്മാവിനെ പ്രാർത്ഥിച്ചപ്പോൾ ബ്രഹ്മാവ് ദ്രോണരോട് പറഞ്ഞതാണ്, നീ എന്ത് ചെയ്യണം? ഭഗവാൻ ജനിക്കുമ്പോൾ നീ ആ പശുക്കളെ പാലിക്കാൻ ഭാര്യയോടുകൂടി ഗോപന്മാരുടെ കൂട്ടത്തിൽ ജനിക്കണം. ശ്രേഷ്ഠനായിരിക്കുന്ന ദ്രോണനോട് പറഞ്ഞപ്പോൾ സ്വഭാര്യയായ ധരയോടുകൂടി ഭൂലോകത്തിൽ അവതരിച്ചു. ബ്രഹ്മാവിന്റെ കൽപ്പന അനുസരിക്കാൻ നിശ്ചയിച്ച ദ്രോണർ ബ്രഹ്മാവിനോട് ഇങ്ങനെ പറയുകയാണ്. ശ്ലോകം 48 ഒന്നൂടെ. ദ്രോണോ വസൂനാം പ്രവരോ ധരയാ സഹ ഭാര്യയാ കരിഷ്യമാണ് ആദേശാൻ ബ്രഹ്മണസ്തമുവാചഃ. ശ്ലോകം 49. ജാതയോർനൗ മഹാദേവേ ഭുവി വിശ്വേശ്വരേ ഹരോ ഭക്തി സ്യാത് പരമാലോകേ യയാന്യോ ദുർഗതിം തരേൻ. ഭൂമിയിൽ ജാതയോഹോ ജനിച്ചവരായ നൗ ഞങ്ങൾ രണ്ടുപേർക്ക് വിശ്വേശ്വരേ ലോകനാഥനും മഹാദേവ ദേവന്മാർക്ക് ദേവനുമായ ഹരൗ ഹരിയിൽ പരമാ ഉത്കൃഷ്ടയായ ഭക്തി ഉണ്ടാകുന്നു. യാതൊന്നുകൊണ്ട് ലോകത്തിൽ അന്യനും ദുർഗതിയെ തരണം ചെയ്യും. അപ്പോ ശ്രീഹരിയിൽ പരമഭക്തി ഉണ്ടാകാനുള്ള അനുഗ്രഹം നൽകണമേ എന്നവര് കഴിഞ്ഞ ജന്മത്തിൽ പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് ഭൂമിയിൽ അവതരിക്കുന്നവനും സർവ്വലോകത്തിന്റെ നാഥനും ബ്രഹ്മാദികളാൽ ആരാധിക്കപ്പെടാനും യോഗ്യനായ ഹരിയിൽ പരമഭക്തി ഉണ്ടാകണം. ഞങ്ങളുടെ ഭക്തിയെ കാണുന്ന അന്യജനം കൂടി ആവിധം ഭക്തരായി വരികയും അതിനാൽ അവർക്ക് കൂടി ക്ഷണത്തിൽ കടക്കാൻ കഴിയാത്ത സംസാര സാഗരത്തെ പ്രയാസം കൂടാതെ കടക്കുകയും ചെയ്യാം. ശ്ലോകം. ജാതയോർണൗ മഹാദേവേ ഭുവി വിശ്വേശ്വരോഹരൗ ഭക്തി സ്യാത് പരമാലോകേ യാന്യോ ദുർഗതിയും തരേ.
ശ്ലോകം 50. അസ്തിത്യുക്ത സ ഭഗവാൻ വ്രജേ ദ്രോണോ മഹാശയാഃ യജ്ഞേ നന്ദ ഇതി ഖ്യാതോ യശോദാസാധരാഭവത്. അസ്തിത്യുക്ത അസ്തു ഇതി ഉക്തഃ സഹ ഭഗവാൻ വ്രജേ ദ്രോണഃ മഹാശയഃ യജ്ഞേ നന്ദ ഇതി ഖ്യാതഃ യശോദാസാധരാഭവത്. അസ്തു ഭവിക്കട്ടെ. ഇതി ഉക്തഃ പറയപ്പെട്ട ഭഗവാനായും മഹാശയഃ മഹാകീർത്തിമാനുമായിരിക്കുന്ന സഹദ്രോണൻ, ആ ദ്രോണൻ നന്ദ ഇതി നന്ദൻ എന്ന ഖ്യാത പ്രസ്ഥനായി തീർന്നു. വ്രജത്തിൽ യജ്ഞേ ജനിച്ചു. സാ ധര, ആ ധര യശോദ അഭവത്, യശോദയായിട്ടും ഭവിച്ചു. അങ്ങനെ ദ്രോണര് ഭഗവാനിൽ ഭക്തി ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചു. ബ്രഹ്മാവിനോട് ഭക്തി വർദ്ധിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചു. ആ ദ്രോണരാണ് ഇവിടെ വസുദേവനായിട്ടും ധര യശോദയായിട്ടും ജനിക്കുന്നത്. ശ്ലോകം 51. ശ്ലോകം അങ്ങോട്ട് വായിച്ചു. ജാതയോർണൗ മഹാദേവ ഭുവി വിശ്വേശ്വരൗ ഹരൗ ഭക്തി സ്യാത് പരമാലോകേ ദേയാന്യോ ദുർഗതീം തമേൻ. ശ്ലോകം 50. ഇത്യുക്ത സ ഭഗവൻ വ്രജേ ദ്രോണോ മഹാശയാഃ യജ്ഞേ നന്ദ ഇതി ഖ്യാതോ യശോദാസധരാഭവത്. അപ്പോ ദ്രോണർ നന്ദനായും യശോദ ധരയുമായി അടുത്ത ജന്മത്തിൽ ഭവിച്ചു. അത് വ്രജത്തിൽ തന്നെയാണ്. ശ്ലോകം 51. തതോ ഭക്തിർ ഭഗവതി പുരീ പുത്രീ ഭൂതേ ജനാർദ്ദന ദമ്പത്യോർ നിതരാമാസേ ഗോപഗോപീഷു ഭാരതാം. ഹേ ഭാരത, ഭാരതവംശത്തിൽ ജനിച്ച രാജാവേ, തതഹ അതുകൊണ്ട് ജനാർദ്ദന ജനങ്ങളാൽ പ്രാർത്ഥിക്കപ്പെട്ടവനും പുത്രീഭൂത പുത്രനായി ഭവിച്ചവനുമായ ഭഗവതി ഭഗവാനിൽ ഭക്തിഭി പരമസ്നേഹം ഗോപഗോപീഷു ഗോപന്മാരിലും ഗോപികളിലും വെച്ച് ദമ്പതിയോർ നന്ദനും യശോദയുമായ ഭാര്യാഭർത്താക്കൾക്ക് നിതരം ഏറ്റവും ആസീത്. അപ്പൊ ഇങ്ങനെ ബ്രാഹ്മണാദി ബ്രഹ്മാവ് അനുഗ്രഹിച്ച ശേഷം ഭഗവത് ഭക്തി വർദ്ധിക്കണമെന്ന് അവർക്ക് ജന്മത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ജന്മത്തിൽ തന്നെ അത്യാവശ്യം ഉണ്ടായതിനാലും അന്യയുടെ പുത്രനായി ഭവിച്ചതെങ്കിലും ഇവരുടെ പുത്രഭാവത്തെ ഭാവിച്ചതും സാധാരണക്കാരാൽ പ്രാപിക്കാൻ കഴിയാത്തവരുമായ ഭഗവാനിൽ എല്ലാ ഗോപന്മാർക്കും ഗോപികളും ഭക്തി ഉണ്ടെങ്കിലും നന്മയും യശോദയ്ക്ക് മുമ്പത്തേക്കാൾ വിശേഷ ഭക്തി ഉണ്ടാക്കുന്നു. കൃഷ്ണോ ബ്രഹ്മണാദേശം സത്യം കർത്തൃപ്രജേഭോ സഹരാമോ വസം ചക്രേ തേഷാം പ്രീതിം സ്വലീലയാ. കൃഷ്ണ ബ്രഹ്മണ ആദേശം സത്യം കർത്തൃം വേണ്ടത്ര സത്യം കർത്തൃം വ്രജേ വിഭു സഹ രാമ വസൻ ചക്രേ തേഷാം പ്രീതിം സ്വലീലയ. വിഭു സർവവ്യാപിയായ കൃഷ്ണൻ ബ്രഹ്മണ ബ്രഹ്മാവിന്റെ ആദേശം ആജ്ഞയെ സത്യം കർത്തൃ സത്യമാക്കാനായിക്കൊണ്ട് സഹരാമ രാമനോടുകൂടി വ്രജത്തിൽ വസിക്കുന്നതായി സ്വലീലയ തന്റെ ലീല കൊണ്ട് തേഷ അവരുടെ പ്രീതിയെ ചക്ര ചെയ്തു. അപ്പൊ സർവത്ര ഉള്ളിലും പുറത്തും വസിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ ബ്രഹ്മാവ് സാമാന്യ നിലയിൽ അവർക്ക് വരം കൊടുത്താലും അവരുടെ അന്തർഗതം ഇന്നതെന്ന് ധരിച്ചിരിക്കയാൽ ബലരാമനോടുകൂടി നന്ദനും യശോദയ്ക്കും പുത്രനായിട്ട് വ്രജത്തിൽ ജനിച്ചു. ഗോപന്മാരും ഗോപികൾക്കും വിശേഷിച്ച് മാതാപിതാക്കൾക്കും തന്റെ ബാലലീല കൊണ്ട് പ്രീതി വർദ്ധിച്ചു. ഇത് ശ്രീമദ് ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ വിശ്വരൂപ ദർശനം നാമ അഷ്ടമോധ്യായ സമ്പൂർണം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. അപ്പൊ എന്താണ് ഈ വിശ്വരൂപ ദർശനം? നേരത്തെ ഒന്ന് പറഞ്ഞു. വിശ്വരൂപ ദർശനം മുഖത്താണ് കണ്ടത്, വായിൽ. മുഖം എന്ന് പറഞ്ഞാൽ വേദത്തിന്റെ പ്രതീകം, അല്ലെങ്കിൽ ശബ്ദത്തിന്റെ പ്രതീകം, അല്ലെങ്കിൽ അറിവിന്റെ പ്രതീകം.
അപ്പൊ അറിവിലൂടെ നോക്കുമ്പോൾ പ്രപഞ്ചം മുഴുവൻ വന്നിരിക്കുന്ന എവിടെ നിന്നാണെന്ന്? ആ പരമസത്തയിൽ നിന്ന്, നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്ന ആ ചൈതന്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈശ്വരനിൽ നിന്ന് എല്ലാം ഉണ്ടാകുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഉള്ളിലുള്ള ചൈതന്യത്തിൽ നിന്നാണ്, അതായത് ബ്രഹ്മത്തിൽ നിന്നാണ് ഈ ലോകമെല്ലാം വന്നത് എന്ന് മനസ്സിലാക്കണം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. കാരുണ്യവാരിദേ 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 കാരുണ്യേ. ഇത്രയും കാരുണ്യമെന്നിൽ ചൊരിഞ്ഞത് ചിത്രം നടിപ്പതും ചിത്രം ചിത്രം. കൈകൾ രണ്ടും കൂപ്പി ഞാൻ വീണ്ടും ഇരക്കുന്നു. നീരജലോചനം നിന്നോടായി. ഭക്തിയെ തന്നാലും ഭക്തിയെ തന്നാലും ഭക്തിയൊഴിഞ്ഞില്ല വേണ്ടേ വേണ്ട. ഭക്തിയൊഴിഞ്ഞൊന്നും വേണ്ടേ വേണ്ട. ഭക്തിയൊഴിഞ്ഞൊന്നും വേണ്ടേ വേണ്ട. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം.